Hello students, myself Rizana, faculty for ACC at Xylem. So ഇന്ന് നമ്മൾ ക്ലാസ്സിനുപരി ആക്ച്വലി നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി നമുക്കറിയാം നമ്മുടെ ACCയിലെ സ്കിൽ ലെവൽ പേപ്പേഴ്സ് ആയ ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പേഴ്സും ആണ് സ്റ്റുഡൻസ് കൂടുതലും സ്കിൽസിലോട്ടേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അവരുടെ ഫസ്റ്റ് പേപ്പർ ആയിട്ട് ചൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി പേപ്പർ. സോ എന്താണ് ഈ രണ്ട് പേപ്പേഴ്സിലും ഉള്ള കോണ്ടന്റ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ പേപ്പറിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഇതിന്റെ എക്സാം പാറ്റേൺസ് എന്താണ്, സിലബസ് എന്താണ്, സ്ട്രക്ചർ എന്താണ്, ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി നമ്മൾ ഒരു സ്കിൽ പേപ്പർ നോക്കും, എന്നിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിഗാർഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ്, സ്ട്രക്ചർ, എക്സാം പാറ്റേൺ എക്സെട്ര അതൊക്കെ നോക്കിയിട്ട് വിൽ ഗോ ഓൺ വിത്ത് ദി അതർ സ്കിൽ പേപ്പർ. സോ ഈ രണ്ട് സ്കിൽ പേപ്പേഴ്സ് ആയ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ആൻഡ് ഈ രണ്ട് പേപ്പേഴ്സും ആക്ച്വലി എൻ്റെ കോർ പേപ്പേഴ്സ് ആണ്. സോ വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ACCയുടെ അപ്ലൈഡ് സ്കിൽസ് ലെവലിലുള്ള വൺ ഓഫ് ദി പേപ്പർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ, FM പേപ്പർ, ഓർ പ്രീവിയസ്ലി നോൺ ആസ് F9 പേപ്പർ. സോ ഈ പേപ്പറിനെ കുറിച്ച് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പേപ്പർ പഠിക്കാനുള്ള ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ ഫോർ ദാറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഈ പേപ്പർ കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൽ എന്താണ് ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടി. ബേസിക്കലി ഒരു ബിസിനസ് നടത്തുമ്പോൾ അവിടെ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫണ്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. സോ ഈ ഫണ്ട് എങ്ങനെയാണ് ഒരു മാനേജർ, അതായത് ബേസിക്കലി ദ ഫിനാൻസ് മാനേജർ ഡീൽ ചെയ്യുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഇതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മളുടെ ACCയിലെ വൺ ഓഫ് ദി പേപ്പേഴ്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആൻഡ് ഈ പേപ്പർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫിനാൻസ് മാനേജറിന് എന്തൊക്കെ സ്കിൽസ് ആണോ ഉണ്ടായിരിക്കേണ്ടത്, ബേസിക്കലി ഒരു കമ്പനിയിൽ ഒരു ഫിനാൻസ് മാനേജറിനെ സംബന്ധിച്ച് എന്തൊക്കെ സ്കിൽസ് ആണോ അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. ബേസിക്കലി ഒരു ഫിനാൻസ് മാനേജർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഫണ്ട് എവിടുന്ന് കൊണ്ടുവരും എന്നുള്ളതിനുപരി ഈ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യും, ബേസിക്കലി മണി ആവശ്യമുള്ളതാണ് ഒരു ബിസിനസ്സിന്. സോ ഈ ബിസിനസ് എങ്ങനെയാണ് ആ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത് അത് തീരുമാനിക്കേണ്ടത് ഒരു ഫിനാൻസ് മാനേജറാണ്. രണ്ട്, ഈ കൊണ്ടുവന്ന മണി എങ്ങനെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, എവിടൊക്കെ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ആരാണ്, ഒരു ഫിനാൻസ് മാനേജറാണ്. ഇനി ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ എങ്ങനെയാണ് ആ ബിസിനസിന്റെ ഓണേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത് അത് തീരുമാനിക്കുന്നതും ആരെന്നെയാണ്, ഫിനാൻസ് മാനേജറാണ്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കുന്നുണ്ട് ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറിനുണ്ട്. സോ എങ്ങനെയാണ് അവർ ആ ഡിസിഷൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുക. സോ ഫ്രം ദി ബേസ് ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ്ലി ഫിനാൻസ് മാനേജറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫിനാൻസ് മാനേജറിന്റെ മെയിൻ ആയിട്ടുള്ള 3 ഡിസിഷൻസിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, നമ്പർ 2 ഫിനാൻസിങ് ഡിസിഷൻ, ആൻഡ് നമ്പർ 3 ഡിവിഡൻഡ് ഡിസിഷൻ. സോ ഈ പറയുന്ന 3 ഡിസിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫിനാൻസ് മാനേജർ എടുക്കേണ്ടത്. ആൻഡ് ഇതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് പേപ്പർ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഒരു ഫിനാൻസ് മാനേജർ കമ്പനിയുടെ ഫിനാൻസ് ഫംഗ്ഷന് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ സിലബസ് നോക്കുന്നതിന് മുന്നേ ഇതൊരു സമ്മറൈസ്ഡ് വേർഷൻ ആണ്, എന്താണ് നമ്മൾ ത്രൂ ഔട്ട് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. ACC നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻസ് മാനേജർ ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യണമെങ്കിൽ അയാൾ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഡിസിഷൻസ് എടുക്കണം. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഡിസിഷൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ത്രൂ ഔട്ട് ദിസ് പേപ്പർ പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഇനി ബിഫോർ മൂവിങ് ഓൺ ടു ദ സിലബസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഈ പേപ്പർ പാസ്സാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഈ എക്സാമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേണിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. സോ എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ACCന്റെ എല്ലാ പേപ്പേഴ്സും
100 മാർക്സിലാണ് വരുന്നത്. സോ സ്കിൽ പേപ്പർ ആവട്ടെ, നിങ്ങളുടെ നോളജ് ലെവൽ പേപ്പർ ആവട്ടെ, പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ആവട്ടെ, ഏത് പേപ്പർ ആയാലും 100 മാർക്സ് ആണ് നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതിൽ നിങ്ങൾക്ക് മിനിമം ഒരു 50 മാർക്സ് കിട്ടുകയാണെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു പാസ് ദി എക്സാം. സോ നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് 100 ആണ്, അതിൽ പാസ് ആവാൻ വേണ്ടിയിട്ട് 50 മാർക്സ് ആണ്. നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന ടൈം, സ്കിൽ ലെവൽ പേപ്പർ ആയ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് അലോട്ട് ചെയ്യുന്ന ടൈം 3 hours ആണ്. 3 hours എക്സാം ആണ്. ആൻഡ് ഓൾസോ ഈ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്, പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ടായിരിക്കില്ല, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എക്സാംസ് എഴുതുക. എക്സാംസ് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നിക്കൽ നിങ്ങൾക്ക് റിമോട്ട് എക്സാം സെലക്ട് ചെയ്യാം. എന്താ ഈ റിമോട്ട് എക്സാം? ബേസിക്കലി നിങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന്, നിങ്ങളുടെ വീട്ടിലിരുന്ന്, നിങ്ങളുടെ ലാപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ച് റിക്വയർമെന്റ്സ്, ടെക്നിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ബുക്ക് യുവർ എക്സാം. എന്നിട്ട് റിമോട്ട് ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് കംഫർട്ട് സോണിലിരുന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ആൻഡ് അഥവാ നിങ്ങൾ റിമോട്ട് എക്സാം അല്ല നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ സെന്റേഴ്സ്. സെന്റർ ബേസ്ഡ് എക്സാംസും പോസിബിൾ ആണ്. നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കാലിറ്റിയിലുള്ള സെന്റേഴ്സ് ബുക്ക് ചെയ്യുക. എവിടെയാണ് ACC എക്സാംസ് അവൈലബിൾ സ്ലോട്ട്സ് ഉള്ളത് അവിടെ ബുക്ക് ചെയ്തിട്ടും ഈ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 മാർക്സ് ആണ്, 3 hours പേപ്പർ ആണ്, മിനിമം 50 കിട്ടിയാൽ മതി നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട്. ഇനി എക്സാമിന് നിങ്ങളുടെ എക്സാം ആക്ച്വലി 3 sections ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3 സെക്ഷൻ ആയിട്ട്, സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. 3 sections ആയിട്ടാണ് നിങ്ങളുടെ എക്സാം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ എയിൽ വരുന്നത് ബേസിക്കലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അവർ പറയുന്നത് എന്താണ്, MCQ മോഡൽ ചോദ്യങ്ങൾ. സോ നിങ്ങളുടെ സെക്ഷൻ എയിൽ വരാൻ പോകുന്നത് MCQ മോഡൽ ചോദ്യങ്ങളാണ്. അങ്ങനെ 15 ചോദ്യങ്ങൾ ഉണ്ടാവും MCQs ആയിട്ട്. സോ 15 questions ഉണ്ടാവും നിങ്ങൾക്ക് MCQ മോഡലിൽ. MCQ മോഡൽ എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസ് തന്നിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിഗർ ഇൻപുട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ മാച്ചിങ്, ഡ്രാഗിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും. ഡ്രോപ്പ് ഡൗൺ മെനു, ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് MCQസിൽ ഉണ്ടാവുക. ആൻഡ് MCQസിൽ 15 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് എത്ര മാർക്സ് വെച്ചിട്ടാണ്? 2 മാർക്സ് ആണ്. സോ 15 questions ഉണ്ടെങ്കിൽ ഓരോ ചോദ്യവും എത്ര മാർക്കാണ്? 2 marks ഈച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നത് എത്ര മാർക്സ് ആണ്? 30 മാർക്സ്. സോ സെക്ഷൻ എയിൽ 30 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ചോദിക്കുക. ആൻഡ് ഇത് ഏത് സിലബസ് ഏരിയയിൽ നിന്നും ചോദ്യം വരാം. നിങ്ങളുടെ മൊത്തം സിലബസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ. ബട്ട് സിലബസിൽ നിന്ന് ഏത് ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം സെക്ഷൻ എയിൽ. ഇന്ന പോർഷൻ ഇല്ല, ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. ബട്ട് ഇറ്റ് വിൽ ബി എൻ MCQ ക്വസ്റ്റ്യൻ. പിന്നെ അതിനുശേഷം അടുത്ത വിൻഡോ ആണ് സെക്ഷൻ B. സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് 3 questions ആണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വിൽ ബി അഗൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇതിനെ നമ്മൾ പറയാം എങ്ങനെയാണ്? MTQs. MTQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്ക് ക്വസ്റ്റ്യൻസ്. ബേസിക്കലി നിങ്ങൾക്കൊരു സിനാരിയോ തരും, കുറച്ചൊരു പാരഗ്രാഫ് തരും, ഒരു സിനാരിയോ തരും, ഇങ്ങനെ ഒരു സിനാരിയോ തരും. ആ സിനാരിയോന്റെ ബേസിസിൽ നിങ്ങളോട് ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കും, 5 questions ചോദിക്കും. സോ ബേസിക്കലി എന്താണ്, ഒരു സിനാരിയോ തന്നിട്ട് അതിന്റെ ബേസിസിൽ 5 questions ചോദിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് 3 സെറ്റ് ഉണ്ടാവും. ഇതേപോലെ നിങ്ങൾക്ക് എത്ര സെറ്റ് ഉണ്ടാവും? 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് നിങ്ങളുടെ സെക്ഷൻ ബിയിൽ. ഇനി ഈ പറയുന്ന 5 ചോദ്യങ്ങളിൽ ഓരോ ചോദ്യവും എത്രയാണ്? 2 മാർക്സിനാണ്. സോ വിച്ച് മീൻസ് 3 വലിയ MTQs, ഓരോ MTQന്റെ അകത്തും 5 ചോദ്യങ്ങൾ അല്ലേ? സോ വിച്ച് മീൻസ് ടോട്ടലി എത്ര മാർക്സ് ഇവിടെയും വരുന്നത്? 30 മാർക്സ്. എങ്ങനെയാണ്? 3 questions ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ആ 3 questions ഓരോന്നിലും എത്ര questions വരും? 5 questions വരും. അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 marks ഈച്ച് ആണെങ്കിൽ ടോട്ടൽ ഇവിടെ എത്ര മാർക്സ് ആണ്? 30 മാർക്സ് ആണ് വരുന്നത്. സോ സെക്ഷൻ A 30 മാർക്സ്, സെക്ഷൻ B 30 മാർക്സ്. ആൻഡ് ലാസ്റ്റ്ലി വരുന്നതാണ് എന്ത്? സെക്ഷൻ C. ഇനി സെക്ഷൻ എയിൽ സിലബസിൽ നിന്ന് ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. സെക്ഷൻ ബിയിലും you can expect it as the same, but still 2 സെക്ഷൻസ് 2 ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വയ്യ പറഞ്ഞു തരാം. ഓക്കെ അല്ലെ? പിന്നീട് പറഞ്ഞു തരാം. സെക്ഷൻ സിയിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യവും 20 മാർക്സിന്. ഈച്ച് ക്വസ്റ്റ്യൻ
20 മാർക്സിനാണ് ഉണ്ടാവുക. സോ അതൊരു ലോങ് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങളുടെ 20 മാർക്സ് ചോദ്യം എന്ന് പറയുമ്പോൾ MCQ അല്ല MTQ അല്ല, ഒരു ഫുൾ സിനാരിയോ തന്നിട്ടുണ്ടാവും. അതിന്റെ ബേസിസിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. വലിയ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരാം, വലിയ തിയറീസ് ടൈപ്പ് ചെയ്യേണ്ടി വരാം. സോ നിങ്ങൾക്ക് വേർഡും സ്പ്രെഡ്ഷീറ്റ് അതായത് എക്സലും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ സിയിൽ വരാം. ആൻഡ് അവിടെ വരാൻ പോകുന്നത് ഏത് സിലബസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. സോ ബേസിക്കലി ഇവിടെ വരിക എത്രയാണ്? 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നും 20 മാർക്സ് ഈച്ച് ആണെങ്കിൽ ടോട്ടൽ എത്ര മാർക്ക് വരുന്നുണ്ട് ഇവിടെ? 40 മാർക്സ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷനിൽ യു സ്കോർ 30 ഹിയർ. പിന്നെ ഇവിടെയും ഒരു 30 പിടിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ എയും ബി ആയിട്ട് 60 മാർക്സ് ആയി. ആൻഡ് ഫൈനലി ഇവിടെ 40, ദാറ്റ് ഈസ് ടോട്ടൽ 100. സോ ഇതാണ് എക്സാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 സെക്ഷൻസ്, MCQs, MTQs ആൻഡ് കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസും. സോ എക്സാം പാറ്റേൺ ഇത് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറിന് വേണ്ടിയിട്ട് വരുന്നത്. ഇനി എക്സാം സ്ട്രക്ചറിന് ശേഷം ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സിലബസ്. സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ FM-ന്റെ സിലബസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി കോമ്പാക്റ്റ് ആണ്, എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നോർമലി ഇറ്റ്സ് നോട്ട് വെരി ടഫ്. കാരണം കുറെ ബേസിക് ആയിട്ടുള്ള കുറെ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ നോളജ് ലെവൽ പേപ്പേഴ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയേക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബേസിക് നോളജിൽ ഒതുങ്ങുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട്. സോ സിലബസിന് നമ്മൾ ആക്ച്വലി ACC ഹാസ് സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു ഡിഫറെന്റ് ഏരിയാസ്. സിലബസിൽ A പോർഷൻ പാർട്ട് A റെഫേഴ്സ് ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. Part B is financial management environment. Part C is working capital management. Part D, investment appraisal. Part E, business finance. Part F, business valuation. And Part G, risk management. ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യാനുണ്ട്. ആൻഡ് ഇതിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ എക്സാംസ് വരാം. ഇതിൽ ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ പറയുകയാണെങ്കിൽ പാർട്ട് എ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തിയറിയാണ്. ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി തിയറി ഏരിയ. ഈ ഒരു പോർഷൻ വരുന്നത് എന്താണ്? തിയറിയാണ്. ദിസ് ഏരിയ ഇവിടെയുള്ള മെജോറിറ്റി കാര്യങ്ങളും തിയറിയാണ്. ആൻഡ് വെരി ലെസ് കാൽക്കുലേഷൻ. റേഷ്യോസ് എന്ന് പറഞ്ഞ കുറച്ച് ഏരിയാസ് മാത്രമേ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ആയിട്ട് വരുന്നുള്ളൂ. മെജോറിറ്റി തിയറിയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയറമെന്റ് ഇസ് ഓൾസോ എ കംപ്ലീറ്റ് തിയറി സെക്ഷൻ. പിന്നെ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇവിടെ എന്തുണ്ട്? തിയറി മാത്രമല്ല, യു ഹാവ് തിയറി പ്ലസ് കാൽക്കുലേഷൻ. അതിനെയാണ് ഞാൻ ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത്. സോ എന്തുണ്ട്? നിങ്ങൾക്ക് തിയറി ഉണ്ട് ആസ് വെൽ ആസ് ന്യൂമറിക്കൽസും ഉണ്ട്. ഇനി ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലോ സെയിം. നിങ്ങൾക്ക് എന്തുണ്ട്? തിയറി ഉണ്ട് ആസ് വെൽ ആസ് ന്യൂമറിക്കൽസും ഉണ്ട്. തിയറി ആസ് വെൽ ആസ് ന്യൂമറിക്കൽസ്. അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ് ഫിനാൻസിലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. തിയറി ഉണ്ട്, ന്യൂമറിക്കൽസും ഉണ്ട്. തിയറി, ന്യൂമറിക്കൽസ്. ബിസിനസ് വാലുവേഷൻ അഗൈൻ തിയറി പ്ലസ് ന്യൂമറിക്കൽസ്. കുറച്ച് ന്യൂമറിക്കൽസ് അവിടെയുണ്ട്. ആൻഡ് റിസ്ക് മാനേജ്മെന്റിലും മെജോറിറ്റി തിയറി ആണെങ്കിൽ പോലും യു സ്റ്റിൽ ഹാവ് സം ന്യൂമറിക്കൽസ്. സോ നിങ്ങൾ സിലബസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്രയും പാർട്സിൽ എവിടെയും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് തിയറി. വിച്ച് മീൻസ് തിയറിറ്റിക്കൽ കാര്യങ്ങൾ കുറച്ചധികം എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് തിയറി. ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തിയറീസ് തന്നെയാണ്. സോ ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ്. ഇനി നമ്മൾ സിലബസ് ഏരിയനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ ഏരിയാസും സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? നോക്കും. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ പേപ്പറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സോ സിലബസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പേപ്പറിന്റെ മെയിൻ ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനിയിൽ ചെയ്യുന്നത്, ഒരു ഫിനാൻസ് മാനേജർ എടുക്കേണ്ട ഡിസിഷൻസ് എന്തൊക്കെയാണ്, ഒരു കമ്പനിയിലെ ഫിനാൻസ് മാനേജർ എടുക്കേണ്ട ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എന്തൊക്കെയാണ്. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ആണ് നമ്പർ 1 എന്ത്? അവർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യണം, കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. സോ അതിനെയാണ് എന്ത് പറയാ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. പിന്നെ വരുന്നതാണ് എന്ത്? ഈ ഫണ്ട് കൊണ്ടുവരണമെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യണമല്ലോ. ഇത് എവിടുന്ന് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യും എന്ന് തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? ഒരു ഫിനാൻസ് മാനേജറാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫിനാൻസിങ് ഡിസിഷൻ.
സോ ഫണ്ട് എവിടുന്ന് അറേഞ്ച് ചെയ്യും എന്നുള്ളത് ഒരു ഫിനാൻസിങ് ഡിസിഷൻ ആണ്. ഇതിനെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും ഇല്ലെങ്കിൽ എവിടെ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ആൻഡ് ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എങ്ങനെ വീതിച്ചു കൊടുക്കും എന്നുള്ളത് എന്താണ്, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയും. പിന്നെ ഉള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ബേസിക്കലി അത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് നമുക്ക് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം പേർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമാണ് ഒരു കമ്പനിയിൽ, സച്ച് ആസ് ഇൻവെന്ററി, സ്റ്റോക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ സപ്ലയറിന് കാശ് കൊടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യമാണ്. സോ ആ ഫണ്ട് അറേഞ്ച്മെന്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് റെഫർ ചെയ്യുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. വേറാസ് നമ്മളെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ ലോങ് ടേമിലേക്ക്, ഭാവിയിൽ നമുക്ക് റിട്ടേൺസ് കിട്ടാൻ, വെൽത്ത് കൂടാൻ വേണ്ടി, നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സ് ആയ ഷെയർ ഹോൾഡേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പ്രൊജക്റ്റുകളിലാണ് നമ്മൾ ലോങ് ടേമിലേക്ക് ചിന്തിച്ചിട്ട് വലിയ വലിയ പ്രൊജക്റ്റിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. അതിവിടെ റെഫർ ചെയ്യും. സോ രണ്ടിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ലോങ് ടേം ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നോർമലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയും. പക്ഷെ ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിന് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയും. സോ ഈ പറയുന്ന സകല ഡിസിഷൻസും എടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, ഒരു ഫിനാൻഷ്യൽ മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. സോ സിലബസിനെ കുറിച്ച് പറയാം നമുക്ക്. ഫസ്റ്റ് ഏരിയ ഓഫ് ദി സിലബസ് എയും ബിയും ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. പാർട്ട് എ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷനും പാർട്ട് ബി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയൺമെന്റും ആണ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൺസിഡർ ചെയ്യുക. അതായത് ആരാണ് ഒരു ഫിനാൻസ് മാനേജർ. സോ ബേസിക്കലി ഈ പറയുന്ന സിലബസ് ഏരിയയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. പാർട്ട് എയില് നമ്മൾ കൺസിഡർ ചെയ്യുക ബേസിക്കലി ആരാണ് ഒരു ഫിനാൻസ് മാനേജർ. ഫിനാൻസ് മാനേജർ ആരാണ്, ആ ഫിനാൻസ് മാനേജറിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ ഫിനാൻസ് മാനേജറിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നോക്കും. അവരുടെ മെയിൻ എയിം എന്താ. ഒരു കമ്പനിയിലെ ഫിനാൻസ് മാനേജറിന്റെ മെയിൻ എയിം എന്തായിരിക്കണം, ആ കമ്പനിയുടെ ഓണേഴ്സ്, അവരെയാണ് എന്ത് പറയാ, ആ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ മീനിങ് എന്താ, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ലാഭം എന്നുള്ളത് അത് മാക്സിമം ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടി. സോ ആ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ശ്രദ്ധിച്ച് ആലോചിച്ച് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. സോ ഒരു ഫിനാൻസ് മാനേജറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ്, എന്താണ് അവരുടെ മെയിൻ എയിം, എന്തൊക്കെ ഡിസിഷൻസ് ആണ് അവരെടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്തിൽ കവർ ചെയ്യുന്നത്, പാർട്ട് എയില് കവർ ചെയ്യുന്നത്. ബേസിക്കലി അവരെടുക്കുന്ന മെയിൻ ഡിസിഷൻസ് ആണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എക്സെട്ര. ഇതൊക്കെ അവർ എന്ത് ചെയ്യുന്നതാണ്, ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതാണ് നമ്മൾ പാർട്ട് എയിൽ കവർ ചെയ്യുന്നത്. ഇറ്റ്സ് ബേസിക്കലി ആൻ ഇൻട്രൊഡക്ഷൻ. പിന്നെയാണ് നമ്മൾ പാർട്ട് ബിയിലേക്ക് മൂവ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയൺമെന്റ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്, അതായത് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ, ഫിനാൻസിങ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഫിനാൻസ് മാനേജറിനെ എന്താ പറയുക, ബാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന അതിന്റെ ചുറ്റുമുള്ള എൻവയൺമെന്റിലുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ഫിനാൻസ് മാനേജർ ലോൺ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എന്താണത്, ഒരു ഫിനാൻസിങ് ഡിസിഷൻ ആണ്. അവർക്ക് തോന്നി ലോൺ എടുക്കലാണ് ചീപ്പ്, സോ അവരെന്ത് ചെയ്തു, ലോൺ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. സോ അത് അവരുടെ എന്ത് ഡിസിഷൻ ആണ്, ഫിനാൻസിങ് ഡിസിഷൻ. പക്ഷെ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ ഹൈ ആണ്, അതായത് ചുറ്റുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹൈ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആരാണ്, ഗവൺമെന്റ് ബേസിക്കലി അല്ലെ. സോ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയതുകൊണ്ട് കമ്പനിക്ക് ഉദ്ദേശിച്ചത്ര ലോൺസ് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ദേ ഫെൽറ്റ് ഇറ്റ് എക്സ്പെൻസീവ്. സോ ഇവിടെ എന്താ സംഭവിച്ചത്, അവരൊരു തീരുമാനം എടുക്കാൻ പോയി, എന്ത്, ഫിനാൻസിങ് ഡിസിഷൻ എടുക്കാൻ പോയി. പക്ഷെ ആ ഫിനാൻസിങ് ഡിസിഷനെ ഇഫക്ട് ചെയ്ത ഒരു സംഭവമാണ് എന്ത്, ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ. ആൻഡ് ദാറ്റ് ഈസ് ദി ഇക്കണോമിക് എൻവയൺമെന്റ്. സോ ഇങ്ങനെ പല ഫാക്ടേഴ്സും നിങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് മാനേജർ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവരെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എവിടെ കവർ ചെയ്യുന്നത്, പാർട്ട് ബി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയൺമെന്റിൽ കവർ ചെയ്യുന്നത്. സോ അതും ഒരു തിയററ്റിക്കൽ ഏരിയ ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്
ആദ്യം എന്താണ് ഒരു ഫിനാൻസ് മാനേജറിന്റെ മെയിൻ ഡ്യൂട്ടി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് പിന്നെ ആ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുന്നതിന്റെ സമയത്ത് ഇക്കണോമിക്കൽ എൻവയോൺമെന്റിൽ നിന്ന് അവർ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പാർട്ട് ബി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയോൺമെന്റിൽ നോക്കുന്നത്. ഓക്കെ അല്ലെ? സോ ബേസിക്കലി ഇത് രണ്ടും തിയറട്ടിക്കൽ ഏരിയാസ് ആണ്. ആൻഡ് ഈ രണ്ട് ഏരിയാസിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എവിടെ പ്രതീക്ഷിക്കാം? സെക്ഷൻ എയില് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇൻ ദി ഫോം ഓഫ് MCQs. പിന്നെ എന്ത് പ്രതീക്ഷിക്കാം? സെക്ഷൻ ബിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇൻ ദി ഫോം ഓഫ് MTQ. പക്ഷെ കൂടുതലും സെക്ഷൻ എയിലാണ് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ അല്ലെ? പിന്നെയുള്ള സിലബസ് ഏരിയ ആണ് നെക്സ്റ്റ് വൺ C&D. C&D നെ കുറിച്ച് പറയുകയാണെങ്കിൽ C is about working capital management, D is about investment appraisal. ഇത് രണ്ടും എന്തിൽ വരുന്നതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇത് രണ്ടും എന്താണ്? ഒരു ഫിനാൻസ് മാനേജറിന്റെ ഇത് രണ്ടും എന്തിൽ വരുന്നതാണ്? ഈ രണ്ട് സംഭവങ്ങളും എന്തിൽ വരുന്നതാണ്? ഒരു ഫിനാൻസ് മാനേജറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ വരുന്നതാണ്. ഇത് രണ്ടും ഒരു ഫിനാൻസ് മാനേജറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ വരുന്നതാണ്. ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വെറാസ് ഷോർട്ട് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏത്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? സോ ഇനി ഈ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബേസിക്കലി എന്താണ്? ഒരു കമ്പനിയിൽ ഫണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ട് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി ഏതൊക്കെ പ്രൊജക്ടുകളിൽ ഫണ്ട് മുടക്കാം, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ആ ഫിനാൻസ് മാനേജർ ഫണ്ട് മുടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? അറ്റ് ദി എൻഡ് ആ ഫണ്ട് വലിയ വലിയ പ്രൊജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി കൊടുക്കണം. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന്. സോ അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ നമ്മൾ പഠിക്കുക. ഇനി നമ്മുടെ മുന്നിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് വരാം. ഒരു ഫിനാൻസ് മാനേജറിന്റെ മുന്നിൽ പല ഓപ്പർച്യൂണിറ്റീസ് വരാം. പക്ഷെ എല്ലാം കൂടി എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഫണ്ടില് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ബെസ്റ്റ് വണ്ണെ സെലക്ട് ചെയ്യണം. ആ ബെസ്റ്റ് വണ്ണെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട്, പല ടെക്നീക്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഏതിൽ പഠിക്കാൻ പോകുന്നത്? പാർട്ട് ഡി ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ. ഇനി അത് കൂടാതെ വൺസ് നമ്മൾ വലിയ പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ പ്രൊജക്ട് റൺ ചെയ്യാൻ വേണ്ടി ഡെയിലി നമുക്ക് എന്ത് ആവശ്യം ഉണ്ടാവും? ഫണ്ട് ആവശ്യം ഉണ്ടാവല്ലോ. അതായത് ഷോർട്ട് ടേമിൽ ഫണ്ട് ആവശ്യം ഉണ്ടാവും. ഇൻവെന്ററി, പേയബിൾസ്, ഈ റിസീവബിൾസ് മാനേജ് ചെയ്യാൻ, ലിക്വിഡ് ക്യാഷ്, ഇതിന്റെ ഒക്കെ ആവശ്യങ്ങൾ ഉണ്ടാവല്ലോ. അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ട് ടേമിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. എത്ര അറേഞ്ച് ചെയ്യണം, എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യണം എന്നുള്ള തീരുമാനം ഒരു ഫിനാൻസ് മാനേജർ എടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. സോ ഒരു ലോങ് ടേം പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പല ടെക്നീക്സ് വെച്ചിട്ട് നമ്മൾ ഓരോ പ്രൊജക്റ്റിനെയും വിലയിരുത്തും, അപ്രൈസ് ചെയ്യും. അത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിൽ പഠിക്കും. എന്നിട്ട് അതിന്റെ ഷോർട്ട് ടേം റണ്ണിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫണ്ട് ആവശ്യമുണ്ട് എന്നുള്ളത് പ്ലാൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് മാനേജർ മാനേജ്മെന്റ് എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കൺസിഡർ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എവിടെ കവർ ചെയ്യാൻ പോകുന്നത്? ഈ രണ്ട് ഏരിയാസിലായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. പല ടെക്നീക്സ്, പല മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ആൻഡ് ദീസ് ടു ഏരിയാസ് രണ്ടും എന്താണ്? തിയറി ഉണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു മേജർ പാർട്ട് ഓഫ് ദി സിലബസ് ആണ്. ആൻഡ് ഇവിടുന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഏതൊക്കെ സെക്ഷൻസിൽ എക്സ്പെക്ട് ചെയ്യാം? സെക്ഷൻ എയില് MCQ ചോദ്യങ്ങൾ വരാം, ഷുവർ. സെക്ഷൻ ബിയില് വരാം, സെക്ഷൻ ബിയില് MTQല് വരാം. അതിൽ ഷുവർനെസ് ഇല്ല, വരാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഏരിയ വരാം. പിന്നെ സെക്ഷൻ സിയില് വരാം, 20 മാർക്സിന്റെ ചോദ്യത്തിലും വരാം. സോ വിച്ച് മീൻസ് ഈ സിലബസ് ഏരിയ അത്രക്കും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് പഠിച്ചേ പറ്റുള്ളൂ, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത്രയും കോണ്ടന്റ് ഉണ്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കിയേ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലോങ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഓക്കെ, നേരെ മറിച്ച് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഒരു കുഞ്ഞ് ഈസിയസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ മുന്നിലില്ലേ 3 പ്രൊജക്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. 3 പ്രൊജക്ട് ഉണ്ട്. പ്രൊജക്ട് എ, പ്രൊജക്ട് ബി, പ്രൊജക്ട് സി. ഓക്കെ, 3 അടിപൊളി പ്രൊജക്ട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അല്ലെ? ഈ 3 പ്രൊജക്റ്റും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫൈൻ, എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഫണ്ടിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ അല്ലെ?
പ്രൊജക്ട് എയില് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി വരുന്ന ഫണ്ട് $100,000 ആണ്. പ്രൊജക്ട് എ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര കാശ് വേണ്ടി വരും? $100,000. പ്രൊജക്ട് ബി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 50,000 വേണ്ടി വരും. പ്രൊജക്ട് സി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു അഗൈൻ ഒരു 100,000 തന്നെ വേണ്ടി വരും എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി പ്രൊജക്ട് എ ഏറ്റെടുക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് ഭാവിയിൽ എന്തൊക്കെ റിട്ടേൺസ് കിട്ടുന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് എനിക്ക് ഈ പ്രൊജക്ട് എയിൽ നിന്ന് ഒരു 200,000 കിട്ടും. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു 500,000 കിട്ടും. ഓക്കെ, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു 300,000 കിട്ടും. ഓക്കെ അല്ലേ? ഇനി പ്രൊജക്ട് ബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എനിക്കൊരു 10,000 കിട്ടും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ എനിക്കൊരു 20,000 കിട്ടും. തേർഡ് ഇയർ ആകുമ്പോൾ എനിക്കൊരു 5,000 കിട്ടും. ഫോർത്ത് ഇയർ ആകുമ്പോൾ വീണ്ടും എനിക്കൊരു 5,000 കിട്ടും. ഫിഫ്ത്ത് ഇയർ ആകുമ്പോൾ എനിക്കൊരു 10,000 കിട്ടും. ഇതാണ് സംഭവം ഉള്ളത്. ഇനി പ്രൊജക്ട് സി ആണ് ഞാൻ ഏറ്റെടുക്കുന്നതെങ്കിൽ പ്രൊജക്ട് സി ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എനിക്കൊരു 50,000 കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ എനിക്കൊരു 10,000 കിട്ടുന്നുണ്ട്. തേർഡ് ഇയർ ആകുമ്പോൾ എനിക്കൊരു 20,000 കിട്ടുന്നുണ്ട്. ഓക്കെ, 20,000 കിട്ടുന്നുണ്ട്. ആൻഡ് ഫോർത്ത് ഇയർ ആകുമ്പോഴത്തേക്ക് അഗൈൻ ഒരു 20,000 കിട്ടുന്നുണ്ട്. ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ദിസ് കേസ് ഞാൻ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫിഗേഴ്സ്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഐ എം ഗെറ്റിംഗ് 50,000 ഇനീഷ്യലി, പിന്നെ അഗൈൻ ഒരു 50,000 കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. നൗ ടെൽ മീ എന്തെവിടെ സംഭവിച്ചത്? പ്രൊജക്ട് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ വേണ്ട കാശ് 100,000 ഉണ്ട് തന്നെ വിചാരിക്കാം. പ്രൊജക്ട് ബിയിൽ എൻ്റെ കയ്യിൽ വേണ്ട കാശ് 50 ആണ്. പ്രൊജക്ട് സി 100. ഇത് മൂന്നും എടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടായിരിക്കണം? ഒരു 250 ഉണ്ടായിരിക്കണ്ടേ? പക്ഷെ അത്രയില്ല. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യണം. അതിൽ വൺ മെത്തഡ്, അതിനെയാണ് ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്ന, അതിനെയാണ് എന്ത് പറയാ? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ്സിനെ വിലയിരുത്തുക. അതാണ് നമ്മൾ ആക്ച്വലി പാർട്ട് ഡിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? ബേസിക്കലി നമ്മൾ എല്ലാ ഓപ്ഷൻസും നോക്കും. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു സിമ്പിൾ സാധനമാണ് എന്ത്? നമ്മൾ പ്രൊജക്ട് എയിൽ 100 മുടക്കിയാൽ എത്ര വർഷം കൊണ്ട് ഈ മുടക്കിയ 100 തിരിച്ചു കിട്ടുന്നുണ്ട്? 100 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര വർഷം കൊണ്ട് എനിക്ക് ഈ 100 തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്? 2 years. പറ്റുന്നില്ലേ? എങ്ങനെ മനസ്സിലായി? ഫസ്റ്റ് ഇയറിൽ 50 കിട്ടി, അപ്പൊ ഇനി എത്ര കിട്ടാൻ ബാക്കിയുള്ളൂ? അനദർ 50. അതോടുകൂടി ഈ പ്രൊജക്ട് അവസാനിച്ചു എന്നാണ് ഇതിന്റെ മീനിങ്. 2 വർഷം വരെ ഈ പ്രൊജക്ട് നീണ്ടു നിൽക്കുന്നുള്ളൂ. ഫസ്റ്റ് ഇയറിലും 50 കിട്ടി, സെക്കൻഡ് ഇയറിലും 50, നിങ്ങൾ മുടക്കിയ കാശ് 100 തിരിച്ചു കിട്ടി. അപ്പൊ എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റിയത്? 2 years. അതിനെയാണ് പേ ബാക്ക് എന്ന് പറയാ. എന്ത് പറയും നമ്മള്? പേ ബാക്ക് പീരിയഡ്. സോ വാട്ട് ഹാപ്പൻസ്? 2 yearsനുള്ളിൽ നമുക്ക് എന്ത് ചെയ്തു? മുടക്കിയ കാശ് തിരിച്ചു കിട്ടി. ലാഭം എക്സ്ട്രാ വന്നു എന്നൊന്നും ഞാൻ നോക്കിയില്ല, മുടക്കിയ കാശ് തിരിച്ചു കിട്ടി. പ്രൊജക്ട് ബിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ആദ്യം 10,000 കിട്ടി. ഇനി എത്ര കിട്ടാനുണ്ട്? 50ൽ 50 മുടക്കിയിട്ട് 10 കിട്ടി. ഇനി എത്ര കിട്ടാനുണ്ട്? 40. 40ൽ 20 വീണ്ടും കിട്ടി. ഇനി എത്ര കിട്ടാനുണ്ട്? അഗൈൻ 20. അടുത്ത തേർഡ് ഇയർ ആകുമ്പോൾ 5 കിട്ടുന്നുള്ളൂ. ഇനി എത്ര കിട്ടാനുണ്ട്? 15 കിട്ടാനുണ്ട്. വീണ്ടും 5 കിട്ടി. ഇനി 10 കിട്ടാനുണ്ട്. സുഡാൻ. അപ്പൊ എത്ര ഇയേഴ്സ് എടുക്കുന്നുണ്ട്? 5 years ഇവരെടുക്കുന്നുണ്ട് പേ ബാക്കിന്, അല്ലെ? അടുത്തതോ പ്രൊജക്ട് സീനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് 50 കിട്ടുന്നുണ്ട്. ഇനി എത്ര കിട്ടാനുള്ളത്? 50. സെക്കൻഡ് ഇയറിൽ 10 കിട്ടാനുള്ളത്. ഇനി എത്രയാ? 40 കിട്ടാനുണ്ട്. പിന്നെ 20, അഗൈൻ 20 കിട്ടാനുണ്ട്. അത് കിട്ടി. അപ്പൊ എത്ര ഇയേഴ്സ് ഇവിടെ? 4 years. സോ വിച്ച് മീൻസ് ഞാൻ മുടക്കിയ കാശ് എനിക്ക് പ്രൊജക്ട് എ എടുക്കുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തിരിച്ചു കിട്ടും. ബി ആണെങ്കിൽ 5 yearsനുള്ളിൽ, സി ആണെങ്കിൽ 4 yearsനുള്ളിൽ. ഇതിൽ ഏത് പ്രൊജക്ട് സെലക്ട് ചെയ്യും? പ്രൊജക്ട് എ. നോർമലി ചിന്തിക്കുകയാണെങ്കിൽ പ്രൊജക്ട് എ. എന്തുകൊണ്ട്? അതിന്റെ പേ ബാക്ക് ആണ് ഏറ്റവും കുറവ്. മുടക്കിയ കാശ് പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നതുകൊണ്ട് ഞാൻ പ്രൊജക്ട് എ എടുക്കുന്നു എന്ന് ഞാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ
അത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നീക്കാണ്. സോ പേ ബാക്ക് പീരീഡ് എന്നുള്ളത് വൺ ഓഫ് ദി ടെക്നീക്കാണ്. അതിൽ ആൻസർ കറക്റ്റ് ആണെന്നില്ല, ഇങ്ങനെ കുറെ ടെക്നീക്സ് ഉണ്ട്. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നീക്ക് വെച്ചാൽ നമ്മൾ ഡിസിഷൻ എടുക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള പല ടെക്നീക്സ് ആണ് നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നത്? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഐ ഹോപ്പ് നൗ ദി കോൺസെപ്റ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ക്ലിയർ. ഇനി അടുത്തത് നിങ്ങളുടെ സിലബസ് ഏരിയയില് പാർട്ട് ഇ ആൻഡ് പാർട്ട് എഫ്, ബിസിനസ് ഫിനാൻസും ബിസിനസ് വാലുവേഷനും. അപ്പോൾ ഇവിടെ ഫണ്ട് കിട്ടിയാൽ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇതെന്താണ്? ആ ഫണ്ട് അറേഞ്ച് ചെയ്യണമല്ലോ. ആ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ഡിസിഷൻ എന്ന് പറയാൻ പോകുന്നത്? ആ ഫണ്ട് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? ഫണ്ട് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ. ആ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ. ഇനി ഫിനാൻസിങ് ഡിസിഷന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഫണ്ട് എവിടുന്ന് കൊണ്ടുവരും, ഏത് സോഴ്സിലൂടെ കൊണ്ടുവരും, ആ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പാർട്ട് ഇ ആയ ബിസിനസ് ഫിനാൻസിൽ കൺസിഡർ ചെയ്യുന്നത്. സോ പാർട്ട് ഇ ബിസിനസ് ഫിനാൻസിൽ കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്? എവിടുന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യും, ലോങ് ടേം ആണോ ഷോർട്ട് ടേം സോഴ്സിലൂടെയാണോ നമ്മൾ ഫണ്ട് കൊണ്ടുവരാന്നുള്ളത്. ബേസിക്കലി സി, എങ്ങനെ എവിടുന്ന് ഫണ്ട് കൊണ്ടുവരും? ലോൺ എടുത്ത് ഫണ്ട് കൊണ്ടുവരണോ, അതോ കമ്പനിയുടെ ഷെയർ വിറ്റിട്ട് ഫണ്ട് കൊണ്ടുവരണോ, അതോ നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ബോറോ ചെയ്യണോ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ബോറോ ചെയ്യണോ? സോ ബേസിക്കലി ഡെപ്റ്റോ ഇക്വിറ്റിയോ, അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന്? ഫണ്ട് നമ്മൾ ഒന്നിക്കിൽ ലോൺ എടുക്കണമോ, അങ്ങനെ എന്തെങ്കിലും കടം വാങ്ങണമോ, അത് ഡെപ്റ്റ്. നേരെ മറിച്ച് കമ്പനിയുടെ ഷെയറുകൾ വിറ്റ് ഫണ്ട് റേസ് ചെയ്യണോ, അത് ഇക്വിറ്റി. ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫിനാൻസ് മാനേജർ ആണ്. and എങ്ങനെയാണ് അത് അവർ തീരുമാനിക്കുക? കോസ്റ്റ് നോക്കിയിട്ട്. ഇതിൽ ഏറ്റവും കോസ്റ്റ് കുറവ് ഏത് ഓപ്ഷനാണോ ഓപ്ഷനിൽ പോവാം. ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം, ഷെയർ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് കിട്ടും. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? എല്ലാ വർഷവും കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ടെങ്കിൽ ലാഭത്തിന്റെ വിഹിതം കൊടുക്കണം. ബേസിക്കലി കോൾഡ് ആസ് ഡിവിഡൻഡ് റിട്ടേൺസ്. അപ്പോൾ ഒരു ഭാഗത്ത് ഡിവിഡൻഡ് കൊടുക്കണം ഷെയർ വിറ്റിട്ടുണ്ടെങ്കിൽ, മറുഭാഗത്ത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ഏതാണോ ഒരു ഫിനാൻസ് മാനേജറിന് തോന്നുന്നത്, ആ ഓപ്ഷൻ ആയിട്ടായിരിക്കും അവർ മുന്നോട്ട് പോവുക. സോ ആ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് എന്ത് ഡിസിഷൻ എന്ന് പറയാ? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയാ. ഇനി അതാണ് നമ്മൾ ബേസിക്കലി ബിസിനസ് ഫിനാൻസിൽ പഠിക്കുന്നത്. ആൻഡ് ദെയർ യു ഹാവ് കാൽക്കുലേഷൻസ് ആസ് വെൽ ആസ് തിയറി. പിന്നെ ഉള്ളതാണ്, സോ നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതൊക്കെ ചെയ്തുവേ. പിന്നെ ഉള്ളതാണ്, ചില സമയത്ത് നമ്മളുടെ ബിസിനസ്സിനെ വേറൊരു ബിസിനസ് ഏറ്റെടുക്കാനോ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലുള്ള വേറൊരു ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ വേർത്ത് അറിയണമെന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ മൂല്യം, ഷെയർ പ്രൈസ്, അതായത് മാർക്കറ്റിലുള്ള വില, പ്രൈസ്, മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. അങ്ങനത്തെ സിനാരിയോയില് ഒരു ഫിനാൻസ് മാനേജറിന്റെ അടുത്ത ഡിസിഷൻ വരുന്നതാണ് എന്ത്? ബിസിനസ് വാല്യുവേഷൻ എന്നുള്ളത്. സോ ഒരു കമ്പനിയുടെ വേർത്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓണേഴ്സിന് താല്പര്യം ഉണ്ടാവും. സോ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ബിസിനസ് വാല്യുവേഷൻ. സോ ബിസിനസ് വാല്യുവേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ടെക്നീക്സ് വെച്ച് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പാർട്ട് എഫില് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ പാർട്ട് ഇ പഠിക്കുന്ന ഒരാൾക്ക് പാർട്ട് എഫ് ഈസി ആയിരിക്കും. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സസിലാണ് നോക്കുക, കാരണം ടെക്നീക്സ് സിമിലർ ആണ്. സോ ഒരു ബിസിനസ് എവിടുന്ന് ഫണ്ട് കൊണ്ടുവരും? അത് ബിസിനസ് ഫിനാൻസ്. ഓക്കെ, ഇനി ഈ ബിസിനസിന്റെ ഇപ്പോഴത്തെ വാല്യൂ, മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ, പ്രൈസ് എത്രയാണെന്നുള്ളത് എന്താണ്? ബിസിനസ് വാല്യുവേഷൻ ആണ്. ഈ രണ്ട് ഏരിയാസുമാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. ആൻഡ് അതില് പാർട്ട് ഇ ബിസിനസ് ഫിനാൻസിൽ തിയറി ആൻഡ് ന്യൂമറിക്കൽസ് ഉണ്ട്, വാല്യുവേഷനിലും തിയറി ആൻഡ് ന്യൂമറിക്കൽസ് ഉണ്ട്. പക്ഷെ ടെസ്റ്റിംഗ് ഏരിയ നമ്മൾ എവിടെയാണ് എക്സാമിന് ഇത് ടെസ്റ്റ് ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞ പാർട്ട് ഇ നിങ്ങൾക്ക് സെക്ഷൻ എയിൽ വരാം. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി MCQs വരാം. സെക്ഷൻ ബിയിൽ വരാം, സെക്ഷൻ ബിയിൽ വരാം വിച്ച് ഇസ് MTQs ആയിട്ട് വരാം. ആൻഡ് ഈവൻ സെക്ഷൻ സിയിലും അവർ ചോദിച്ചേക്കാം. സെക്ഷൻ സിയിലും അവർ ചോദിച്ചേക്കാം. ഓക്കെ അല്ലേ? വെറാസ് ബിസിനസ് വാല്യുവേഷൻ എന്നുള്ളൊരു ഏരിയ നിങ്ങൾക്ക് എവിടെയൊക്കെ എക്സാമിന് ടെസ്റ്റ് ചെയ്യും? സെക്ഷൻ എയില് MCQs ടെസ്റ്റ് ചെയ്യും. ആൻഡ് സെക്ഷൻ ബിയില് ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. MTQന്റെ ഒരു സിനാരിയോ എന്തായാലും ഉറപ്പായിട്ടും സെക്ഷൻ ബിയിൽ എന്തായാലും വാല്യുവേഷന്റെ ഒരു ചോദ്യം ഉണ്ടാവും, അത് ഉറപ്പാണ്. ഒരു സിനാരിയോ തന്നിട്ട് അതിന്റെ 5 ചോദ്യങ്ങൾ ഷുവർ ആണ്. സെക്ഷൻ സിയില് ഇതിൽ ചോദിക്കില്ല. സോ നോക്കിയേ, സെക്ഷൻ സിയിൽ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലും ഈ ബിസിനസ് ഫിനാൻസും. ബാക്കിയുള്ളതൊക്കെ എന്താണ്? A, Bയിലാണ്
ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നോർമലി. പിന്നെയുള്ള നമ്മുടെ ലാസ്റ്റ് ഏരിയ ഓഫ് സിലബസ് ആണ് പാർട്ട് ജി, റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റും നമ്മളുടെ ഒരു തിയറി പ്ലസ് ന്യൂമറിക്കൽസ് ഏരിയ ആണ്. ഇനി എന്താണ് ഈ റിസ്ക് മാനേജ്മെന്റ്? ബേസിക്കലി നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി, ഫിനാൻസിങ് ഡിസിഷൻ ഒക്കെ നോക്കി. കമ്പനി ഫോറിൻ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ എന്റെ ബിസിനസ് ഫോറിൻ രാജ്യത്തോട്ടേക്ക് സെയിൽ നടത്തുന്നു, അല്ലെങ്കിൽ ഫോറിൻ രാജ്യത്തിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അപ്പൊ അവിടെ എന്ത് വരും? കറൻസിയിൽ വ്യത്യാസം വരും. അപ്പൊ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൺവേർട്ട് ചെയ്യേണ്ടി വരും. എക്സ്ചേഞ്ച് റേറ്റ് നോക്കേണ്ടി വരും. ചിലപ്പോൾ ലാഭമാവാം, നഷ്ടമാവാം. സോ ഈ നഷ്ടം എന്നുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതാണല്ലോ റിസ്ക്, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യമാണല്ലോ റിസ്ക്. സോ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എന്താ പറയുക ടെക്നീക്സ് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ ഒരു ഫിനാൻസ് മാനേജറിന് എടുത്തു വെക്കാം എന്നുള്ളതാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? റിസ്ക് മാനേജ്മെന്റിൽ പഠിക്കുന്നത്. സോ ബേസിക്കലി അതിൽ ഒന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഏരിയ എന്താണ്? ബേസിക്കലി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അതായത് നമ്മൾ കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് ഒരു ഫിനാൻസ് മാനേജർ അതിനെ ഡീൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ ഒരു കമ്പനി ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ബേസിക്കലി കമ്പനി ഭാവിയിൽ ലോൺ എടുക്കാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ കമ്പനി ഭാവിയിൽ ബാങ്കിൽ പൈസ എന്താ പറയുക കാശ് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഭാവിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എസ്റ്റിമേറ്റഡ് ആണ്, പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ കൂടാം, കുറയാം. അപ്പൊ നമുക്ക് നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഇല്ലേ? ഞാൻ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഫിനാൻസ് മാനേജർ ഒരു 3 മന്ത്സിന് ശേഷം ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ 3 മന്ത്സിന് ശേഷം എന്താണ് എന്റെ പേടി? ഇൻട്രസ്റ്റ് റേറ്റ് കൂടിപ്പോവോ എന്നുള്ളൊരു പേടിയുണ്ട്. അത് റിസ്ക് ആണ് അല്ലെ? അപ്പൊ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? അതൊരു ഫിനാൻസ് മാനേജർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഭാവിയിൽ ഒരു 3 or 4 മന്ത്സ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എന്റെ മൈൻഡിൽ വരാൻ പോകുന്ന റിസ്ക് എന്താ? ഞാൻ ഈ ഡെപ്പോസിറ്റ് ചെയ്താൽ എന്തിനാ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു പോകുന്നുള്ള എനിക്കൊരു പേടി ഉണ്ടാവും. സോ അത് റിസ്ക് ആണ്. എങ്ങനെ അതിനെ ഡീൽ ചെയ്യും? സോ ബേസിക്കലി ഭാവിയിൽ വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഇൻക്രീസും ഡിക്രീസും എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഈ 2 ഏരിയാസ് ആണ് നമ്മൾ റിസ്ക് മാനേജ്മെന്റിൽ കൺസിഡർ ചെയ്യുക. ഫോറിൻ കറൻസി കൺവേർഷന്റെ സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക്കും, അതുപോലെ തന്നെ ലോൺസോ ഡെപ്പോസിറ്റ്സോ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന റിസ്ക്കും. ഈ 2 കോൺസെപ്റ്റ്സും ആണ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ കവർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സെക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയാസിലാണ് എക്സാമിന്റെ? സെക്ഷൻ എയിൽ വരാൻ ചാൻസ് ഉണ്ട്, വിച്ച് ഇസ് ഇൻ ദി ഫോം ഓഫ് MCQs, ആൻഡ് സെക്ഷൻ ബിയിൽ വരാൻ ചാൻസ് ഉണ്ട് ഇൻ ദി ഫോം ഓഫ് MTQ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ MTQല് ഒരു ചോദ്യം റിസ്ക് മാനേജ്മെന്റിൽ നിന്ന് ഷുവർ ആണ്, ഒരു ചോദ്യം ബിസിനസ് വാല്യുവേഷനിൽ നിന്ന് ഷുവർ ആണ്. 3 ചോദ്യങ്ങളല്ലേ MTQസിൽ വരാന്ന് പറഞ്ഞാൽ ആ 3ാമത്തത് ഫ്രീ ഹിറ്റ് ആണ്. സിലബസിൽ ഏത് ഏരിയയിൽ നിന്നും ചോദ്യം വരാം. സോ എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നിങ്ങളുടെ എക്സാമില് സെക്ഷൻ എ എന്നുള്ള ഒരു ഏരിയ ആണ് നമ്മൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് സിലബസ് ഏരിയയിൽ നിന്നും ചോദ്യം വരാം. യു ക്യാൻ ഹാവ് പാർട്ട് എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഏത് ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം MCQs എക്സ്പെക്ട് ചെയ്യാം. സെക്ഷൻ ബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എവിടെ നിന്നൊക്കെ ചോദ്യം വരും? പാർട്ട് എഫ് ബിസിനസ് വാല്യുവേഷനും പാർട്ട് ജി റിസ്ക് മാനേജ്മെന്റും ഷുവർ ആണ്. പിന്നെ ഒരു 3ാമത്തത്, തേർഡ് വൺ. സോ ഒരു ചോദ്യം ഇത്, 2ാമത്തെ ചോദ്യം ഇത്, 3ാമത്തെ ചോദ്യം ഇനി അതർ ഏരിയ. ഏതൊക്കെ? ഒന്നിക്കൽ ബി നാവാം, അല്ലെങ്കിൽ സി നാവാം, അല്ലെങ്കിൽ ഡി നാവാം, അല്ലെങ്കിൽ ഇ നാവാം. ഓക്കെ അല്ലെ? ഇനി സെക്ഷൻ സി, എക്സാമിന്റെ സെക്ഷൻ സി. സെക്ഷൻ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 2 ചോദ്യങ്ങളാണ് വരിക. അതിലൊന്നിക്കൽ നിങ്ങൾക്ക് പാർട്ട് സിന്ന് ചോദ്യം വരാം, ഡിന്ന് ചോദ്യം വരാം, അല്ലെങ്കിൽ ഇന്ന് ചോദ്യം വരാം. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. സിലബസുമായിട്ട് ഞാൻ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ലാസ്റ്റിലോട്ടേക്ക് നമ്മളുടെ സിലബസ് ഓക്കെയാണ്, എക്സാം പാറ്റേൺ ഓക്കെയാണ്, എന്തൊക്കെ കോണ്ടന്റ് ആണ് പഠിക്കാനുള്ളതെന്നൊക്കെ ഓക്കെയാണ്. ലാസ്റ്റ്ലി നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻസ് എങ്ങനെയായിരിക്കും? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു പേപ്പർ ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് ആണ് നമ്മൾ നോർമലി ക്ലാസ്സസിന് ഫോളോ ചെയ്യുക. ബേസിക്കലി ലെക്ചേഴ്സ്
നമ്മൾ ഫുൾ സിലബസ് ഏരിയ കവർ ചെയ്യും. ഫുൾ സിലബസ് ഏരിയ നമ്മൾ കവർ ചെയ്യും, ഇൻക്ലൂഡിംഗ് തിയറി പ്ലസ് ന്യൂമറിക്കൽസ്. അതുകൂടാതെ നമ്മളുടെ ACCന്റെ പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഓരോ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും. അതുകൂടാതെ ACCയിലേക്ക് എൻറോൾ ചെയ്യുന്ന ആൾക്കാർക്ക് അവൈലബിൾ ആവുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റഡി ഹബ് എന്നുള്ളത്. അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് പറഞ്ഞുതരും. ഈ സ്റ്റഡി ഹബിലും ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, തിയറി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ തിയറി കോൺസെപ്റ്റ്സ് ലാസ്റ്റിലോട്ടേക്ക് നമ്മൾ ഒന്നുകൂടെ thorough ആയിട്ട് റിവൈസ് ചെയ്യും. പിന്നെ വരുന്നതാണ് എന്ത്, ACCന്റെ തന്നെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. വെറിൻ യു ഗെറ്റ് ദെയർ. അവരുടെ മെയിൻ എക്സാം എങ്ങനെയായിരിക്കുമോ അതിന്റെ ഒരു ഡെമോ, അതിന്റെ ഒരു പ്രോക്സി ആയിട്ടുള്ള ഒരു സംഭവമാണ് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. ആ സെയിം വിൻഡോ, അതായത് സ്പ്രെഡ്ഷീറ്റും വേർഡും അടങ്ങി അതിന്റെ ലേറ്റസ്റ്റ് ഈ പറയുന്ന ഇതിന് മുന്നേ വന്ന സെഷൻസിൽ കൊടുത്ത എക്സാം ക്വസ്റ്റ്യൻസ് എന്താണോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, വിച്ച് ഇസ് ദി CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. അവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ആൻഡ് ഫൈനലി ലേറ്റസ്റ്റ് എക്സാമിനർ റിപ്പോർട്ട്സ്. നിങ്ങളുടെ റിവിഷൻ ഫേസിലാണ് നമ്മൾ ലേറ്റർ എക്സാമിനർ റിപ്പോർട്ട്സ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് എക്സാംസ് എഴുതി കഴിഞ്ഞപ്പോൾ എക്സാമിന് ACCയെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാർക്ക് ചെയ്ത സമയത്ത് കുട്ടികൾ എവിടൊക്കെയാണോ കൂടുതൽ മിസ്റ്റേക്സ് വരുത്തിയത് ആൻഡ് ഏതൊക്കെ ഏരിയാസിലാണ് കുട്ടികൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ACCയെ പറഞ്ഞു തരുന്ന ഒരു റിപ്പോർട്ടാണ് എന്ത്, ലേറ്റസ്റ്റ് എക്സാമിനർ റിപ്പോർട്ട്സ്. സോ അതും ഡിസ്കസ് ചെയ്യും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ്സസിന് കവർ ചെയ്യുക, ഇൻക്ലൂഡിങ് എ സ്റ്റഡി പ്ലാനും പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് വരുന്നുണ്ട്, നിങ്ങളുടെ FM പേപ്പർ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളി ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് പ്രോപ്പർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പേപ്പർ ഈസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇൻ ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അടുത്ത അപ്ലൈഡ് സ്കിൽ ലെവൽ പേപ്പർ ആണ് ഏത്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും അപ്ലൈഡ് സ്കിൽസ് ലെവൽ പേപ്പർ ആണ്. ബേസിക്കലി ACCയിലെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്കിൽസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്കിൽ പേപ്പർ ഇസ് ഓൾവേസ് FR, വിച്ച് ഇസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓർ ഇതിന് പ്രീവിയസ്ലി നമ്മൾ F7 എന്നാണ് വിളിക്കാറ്. സോ ഈ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പേപ്പർ വാസ് ഓൾ അബൌട്ട് എ ഫിനാൻസ് മാനേജർ കോൺസെപ്റ്റ്. ഈ പേപ്പർ എന്താണ്, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബേസിക്കലി എൻ അക്കൗണ്ടന്റ് അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് വർക്ക്സ് ആണ് നമ്മൾ ഇവിടെ നോക്കാം. സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് നോക്കാം. ഒരു കമ്പനിയിലെ കറന്റ്ലി ഉള്ള പൊസിഷൻ, സിറ്റുവേഷൻ എന്താണ്, ഒരു കമ്പനി ഫിനാൻഷ്യലി എങ്ങനെയാണ്, ബേസിക്കലി ഒരു കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, ഒരു കമ്പനിയുടെ നിലവിലുള്ള പൊസിഷൻ എങ്ങനെയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ആൻഡ് ദിസ് പേപ്പർ ഇസ് എ ലോട്ട് ഓഫ് ന്യൂമറിക്കൽ പേപ്പർ. കാരണം ഇവിടെ തിയറിനേക്കാൾ കൂടുതലും ന്യൂമറിക്കൽസ് ആണ് ടെസ്റ്റ് ചെയ്യുക. ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ പേപ്പർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ സിലബസിലുള്ളത് എങ്ങനെയാണ് ഒരു കമ്പനിയിലെ ഒരു കമ്പനി എങ്ങനെയാണ് അവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ, ഒരു കമ്പനിയുടെ പൊസിഷൻ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ആ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പല റൂൾസും സ്റ്റാൻഡേർഡ്സും പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണ്, എന്നിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, ഇതിനെ അനലൈസ് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും, ഇന്റർപ്രിറ്റും ചെയ്യേണ്ടി വരും. അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, റിപ്പോർട്ട്സ് തയ്യാറാക്കിയാൽ മാത്രം പോരാ. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ കമ്പാരിസൺസ് നടത്തണം. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പെർഫോമൻസും ഈ വർഷത്തെ പെർഫോമൻസ് എങ്ങനെ, ബാക്കിയുള്ള കമ്പനീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്ത് നമ്മൾ അറിയിച്ചു കൊടുക്കണം. ആർക്ക്, കമ്പനിയുടെ ഓണേഴ്സ് ആയ ആർക്കാണ് ഇത് സബ്മിറ്റ് ചെയ്യുക, നമ്മൾ ഫൈനലി ഷെയർ ഹോൾഡേഴ്സ്. കാരണം അവർക്കറിയണം അവര് ഫണ്ട് മുടക്കിയ കമ്പനി എന്ത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ മെയിൻ ഫോക്കസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇസ് ദാറ്റ്. സോ ദാറ്റ്സ് വാട്ട് ഇസ് ഗിവൻ ഹിയർ. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ സിലബസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അക്കൗണ്ടിങ് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. അത് വെച്ചിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ആ റിപ്പോർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം,
ആനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് അറിയിച്ചു കൊടുക്കണം. അതുകൂടാതെ ഒരു എക്സ്ട്രാ എലിമെന്റ് ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും തയ്യാറാക്കുക. 2 റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുണ്ട്. നോക്കിയേ, സിംഗിൾ എൻറ്റിറ്റി റിപ്പോർട്ടുകളും കൺസോളിഡേറ്റഡും. സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ നിലവിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്റെ നിലവിലുള്ള കമ്പനി വേറൊരു കമ്പനിയായിട്ട് മേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു കമ്പനിനെ ഏറ്റെടുക്കുന്നു. ആ സമയത്ത് എന്റെ കമ്പനിയും അവരുടെ കമ്പനിയും ഒന്നായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കമ്പനീസിന്റെയും റിപ്പോർട്ടും ഒരുമിച്ച് എന്ത് ചെയ്യും, മേർജ് ചെയ്യും. എന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സിലബസിലാണ്, നമ്മൾ ആക്ച്വലി ക്ലാസ്സസ് എന്ത് ചെയ്യും, കവർ ചെയ്യും. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് വൺസ് അഗൈൻ എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സാം സ്ട്രക്ചറിൽ അഗൈൻ ടോട്ടൽ 100 മാർക്സിന്റെ പേപ്പറാണ്. പാസ്സാവാൻ വേണ്ടിയിട്ട് 50 മാർക്സ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒന്നിക്കൽ റിമോട്ട് എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ റിമോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെന്റേഴ്സും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് തന്നെയാണ്. ടോട്ടൽ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 3 hours ആണ്. 3 hoursന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മെജോറിറ്റി ന്യൂമറിക്കൽസ് തന്നെയാണ്. FM പേപ്പറിനെ പോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പറിനെയും 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ A, B and C. എയിൽ വരുന്നത് അഗൈൻ MCQs ആണ്. MCQ ചോദ്യങ്ങളാണ്. 15 MCQ ചോദ്യങ്ങൾ വരും. ഓരോ ചോദ്യങ്ങളും 2 മാർക്കിനാണ്. സോ ടോട്ടൽ ഇവിടെ എത്ര മാർക്ക്, 30 മാർക്സ്. as same as before. സിലബസിൽ ഏത് ഏരിയയിൽ നിന്ന് ഇവിടെ ചോദ്യം വരാം. സെക്ഷൻ B എത്തുകയാണെങ്കിൽ അഗൈൻ അവിടെ MCQസിന് പകരം മൾട്ടി ടാസ്ക് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ എത്ര ചോദ്യങ്ങള്, അങ്ങനെ 3 ചോദ്യങ്ങള്. 3 വലിയ ചോദ്യങ്ങളിൽ എത്ര സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 questions. ആൻഡ് അതിന് ഓരോന്നിനും എത്ര മാർക്ക് വെച്ചിട്ട്, 2 മാർക്സ് വെച്ചിട്ട് ഇവിടെയും എത്രയാണ്, 30 മാർക്സ്. ആൻഡ് ഫൈനലി സെക്ഷൻ സിയില് 2 വലിയ ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യവും 20 മാർക്സിൻ്റെതാണ്. ആൻഡ് ടോട്ടലി എത്ര വരും, 40 മാർക്സ്. സോ സെക്ഷൻ C, B and A സെയിം നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറിന്റെ അതേ എക്സാം പാറ്റേൺ തന്നെയാണ് എവിടെയും വരുന്നത്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലും വരുന്നത്. ഓക്കെ അല്ലെ? സോ എക്സാം പാറ്റേണിനെ കുറിച്ച്, എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയേണ്ട ആവശ്യം വരുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് വെൽ എക്സ്പ്ലെയിൻഡ് ഹിയർ. ഇനി സിലബസ് ഏരിയയും ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാം. സിലബസ് പറയുകയാണെങ്കിൽ യു ഹാവ് 4. ഞാൻ ജസ്റ്റ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. പാർട്ട് എയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കൺസെപ്ച്വൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ്, കൺസെപ്ച്വൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ബേസിക്കലി നമ്മൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ്, റെഗുലേഷൻസും എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്, എന്താണ് എസറ്റ്, എന്താണ് ലയബിലിറ്റി, എന്താണ് ഇൻകം, എന്താണ് എക്സ്പെൻസ്, ഇങ്ങനത്തെ കുറേ എക്സ്പ്ലനേഷൻസ് തരുന്ന കുറച്ച് ഫ്രെയിംവർക്ക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അത് തിയറട്ടിക്കലി ആണ്. അതാണ് നമ്മൾ പാർട്ട് എയിൽ കവർ ചെയ്യുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. പിന്നെയാണ് നമ്മൾ പാർട്ട് ബിയിലേക്ക് വരുന്നത്, വെയറിൻ വി സ്റ്റാർട്ട് അക്കൗണ്ടിങ് ഫോർ ട്രാൻസാക്ഷൻസ്. അതായത് ഡെയിലി നടക്കുന്ന, നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് എന്ത് തയ്യാറാക്കണം, റെക്കോർഡ് ചെയ്ത് തുടങ്ങി നമ്മൾ എന്ത് തയ്യാറാക്കും, നമ്മളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, അതിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം, അത് റെഡിയാക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, ആനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റും ചെയ്യും. ഇനി നമ്മൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ വെറും നമ്മുടെ സ്വന്തം സിംഗിൾ ആയിട്ടുള്ള കമ്പനീസിനെ മാത്രമാണോ, അല്ല, ചില ഗ്രൂപ്പ്സ് നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കുറച്ചു മുന്നേ യൂസ് ചെയ്ത വേർഡാണ് കൺസോളിഡേഷൻ. ആൻഡ് ഫൈനലി ദിസ് ഇസ് ദി പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നത്. സോ ആക്ച്വലി പ്രിപ്പറേഷന് ശേഷമാണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് വരുന്നത്. സോ സിലബസ് ഏരിയ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ബേസിക് ഇൻട്രോ പോലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ആ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡിങ് ചെയ്യും. എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പാർട്ട് ബിയിൽ പഠിക്കും. പിന്നെ FS പ്രിപ്പറേഷൻ, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ, ആൻഡ് അതിന് അനലൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ചെയ്യും. ഇനി സിലബസ് സി, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്ന ഒരു കമ്പനിയിൽ? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് കമ്പനി കൃത്യമായി ടാക്സ് അടയ്ക്കണമെങ്കിൽ കമ്പനിക്ക് കമ്പനിയുടെ ലാഭം നഷ്ടം അറിയണം. സോ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് കമ്പനിയുടെ ലാഭവും നഷ്ടവും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി മുടങ്ങാതെ പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. എന്ത് റിപ്പോർട്ടാണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഇനി ഭാവിയിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ, എന്റെ കമ്പനിയുടെ ലാഭം, പൊസിഷൻസ് ഒക്കെ കാണിച്ചിട്ട് എനിക്ക് ട്രൂ ആയിട്ടുള്ള ഒരു വാല്യൂ കാണിച്ചിട്ട് പുറമേ ഉള്ള ആൾക്കാരെ എന്റെ കമ്പനിയിലേക്ക് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട്, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യണമെങ്കിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്.
ബിഗ് ഡിസിഷൻസ് എടുക്കാൻ, അതായത് ഫണ്ട് എവിടുന്ന് കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും ഫിനാൻഷ്യൽ റിപ്പോർട്ട് നിർബന്ധ. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് വീണ്ടും ലോൺസ് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അടുത്തത് മെയിൻറ്റെയിനിങ് കംപ്ലയൻസ്. ചില രാജ്യത്തുള്ള റൂൾ ആൻഡ് റെഗുലേഷൻ ആയിരിക്കും എന്ത്, കമ്പനീസ് മസ്റ്റ് പ്രിപ്പയർ ദിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ചില കൺട്രീസിലുള്ള റൂളിൽ പെട്ടതൊന്നായിരിക്കണം എന്ത്, നിങ്ങൾ എന്തായാലും ചില റൂൾസ് പ്രകാരം നിങ്ങൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കിയേ പറ്റുള്ളൂ. അപ്പൊ അത് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ചെയ്യേണ്ടത്. പിന്നെ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി. നമ്മളുടെ കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി വരുന്ന കാര്യങ്ങൾ ട്രൂ ആയിട്ടും ഫെയർ ആയിട്ടും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മറച്ചു വെക്കുന്നില്ല, ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നിർബന്ധമാണ്. ആൻഡ് കമ്പനിയുടെ ഹെൽത്ത് എന്താണ്, പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ, ഡിറ്റീരിയേറ്റിംഗ് ഹെൽത്ത് ആണോ, അത് ഇംപ്രൂവ്മെന്റ്സ് കാണുന്നുണ്ടോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സിലബസ് ഏരിയ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ എന്താണ്, ഫസ്റ്റ് സിലബസ് ഏരിയ ഇസ് ദി കൺസെപ്ച്വൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ബേസിക്കലി എന്താണ്, ഒരു ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ടേംസ് എന്താണ്, എന്തൊക്കെയാണ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകംസ്, എക്സ്പെൻസ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ എന്തിനാണ് നമ്മളൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, എന്തൊക്കെ കോൺസെപ്റ്റ് നമ്മൾ മൈൻഡിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഫ്രെയിംവർക്കിൽ കുറെ ചാപ്റ്റർ വൈസ് ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അത് ഒരു തിയോറിറ്റിക്കൽ ഏരിയ ആണ്. പിന്നെ ഉള്ളതാണ് അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ബേസിക്കലി ഈ പറയുന്ന ടേംസിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റിപ്പോർട്ട്സ് എന്തൊക്കെ സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നും കൂടി പറഞ്ഞു തരുന്നതാണ് എന്ത്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ആൻഡ് ദിസ് ഇസ് എ തിയറി ഓറിയന്റഡ് ഏരിയ. ആൻഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ പ്രതീക്ഷിക്കാം, യു കെൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഇൻ എക്സാം സെക്ഷൻ എയിൽ പ്രതീക്ഷിക്കാം ഇൻ ദി ഫോം ഓഫ് MCQ, ആൻഡ് സെക്ഷൻ ബിയിലും വന്നേക്കാം, സെക്ഷൻ ബിയിലും MTQs ആയിട്ട് വന്നേക്കാം. ഓക്കെ, പിന്നെ ഉള്ള ഒരു സിലബസ് ഏരിയ ആണ് അക്കൗണ്ടിങ് ഫോർ ട്രാൻസാക്ഷൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ഇതാണ് നമ്മളുടെ മെയിൻ ഏരിയ. നമ്മൾ ഡെയിലി നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യണം, മുടങ്ങാതെ റെക്കോർഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ആ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാലേ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു ഫുൾ റിപ്പോർട്ട് റെഡിയാക്കാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട റൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കുക. ആൻഡ് ആ റൂൾസ് അല്ലെങ്കിൽ ആ പോളിസീസ് അല്ലെങ്കിൽ അതിനെയാണ് പ്രൊസീജിയേഴ്സിനെയാണ് എന്ത് വിളിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. ആ ട്രാൻസാക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ കമ്പനിയുടെ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് FRൽ കവർ ചെയ്യുക. ആൻഡ് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഈ ലിസ്റ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ അത്യാവശ്യം ടൈം എടുക്കുന്നത്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, 2 തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. IFRS എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡും IAS എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡും. IAS എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിന്റെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, മറ്റേത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. പണ്ട് തൊട്ടേ ഉള്ള സ്റ്റാൻഡേർഡ്സ് ആണ് IAS. അതിൽ കുറെ മോഡിഫിക്കേഷൻസും ചേഞ്ചസും വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് ഏത്, IFRS. ഈ 2 സ്റ്റാൻഡേർഡ്സും ഇതിലിട്ട ലിസ്റ്റ് നമുക്ക് FRൽ പഠിക്കാനുണ്ട്. ഇനി ഈ ലിസ്റ്റ് FRന്റെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ P ലെവൽസ് ആയ SBRലോട്ടേക്ക് എത്തുമ്പോൾ ഇതും പ്ലസ് കുറച്ചുകൂടെ എക്സ്ട്രാ സ്റ്റാൻഡേർഡ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരാൻ പോകുന്നുണ്ട്. സോ IASലുള്ള നമുക്ക് പഠിക്കാൻ ഉള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നമ്പർ 1 IAS 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ബേസിക്കലി ഈ ഒരു IAS 1 പറഞ്ഞു വരുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ് ഏതിൽ പറഞ്ഞിരുന്നത്, IAS 1 പറഞ്ഞു വരുന്നത്. പിന്നെയാണ് IAS 2 ഇൻവെന്ററി. ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇൻവെന്ററി സ്റ്റോക്ക്, അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗുഡ്സ്. ഇതിനെങ്ങനെയാണ് കമ്പനി വാല്യുവേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ IAS 2 ഇൻവെന്ററിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ IAS 7 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനിയിൽ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും എത്രയാണ്, എങ്ങനെയാണ് ക്യാഷ് കമ്പനിയിലേക്ക് വരുന്നത്, ക്യാഷ് എങ്ങനെയാണ് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റും റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് IAS 7. പിന്നെയാണ് IAS 8
which is accounting policies, estimates and prior period errors. ഒരു കമ്പനി പല എസ്റ്റിമേറ്റ്സും ഡെവലപ്പ് ചെയ്യും. ആ എസ്റ്റിമേറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഒരു കമ്പനി എറേഴ്സ് ചെയ്താൽ, ഒരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയാൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം, അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഒരു ഹെൽപ്പിംഗ് സോഴ്സ് ആണ് IAS 8. പിന്നുള്ളതാണ് IAS 10 ഈവൻസ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ്. നമ്മൾ നോർമലി ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക 1 ഇയറിലേക്കാണ്, 12 മന്ത്സിലേക്കാണ്. ചില സിറ്റുവേഷൻസിൽ ഈ 12 മന്ത്സ് കഴിഞ്ഞാലായിരിക്കും നമ്മൾ ഫൈനൽ റിപ്പോർട്ട് റെഡിയാക്കുക. ഈ ഫൈനൽ റിപ്പോർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ആ ടൈം ഗ്യാപ്പിന്റെ ഇടയിൽ പല ഇവന്റ്സും നടക്കാം. അപ്പൊ അതിനെങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അതിനെ അഡ്ജസ്റ്റ് ചെയ്യണോ, എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നതാണ് IAS 10. പിന്നെ IAS 12 ഇൻകം ടാക്സ്. ഒരു കമ്പനിയുടെ ടാക്സ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നതാണ് IAS 12. IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്. ഒരു കമ്പനി അവരുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യങ്ങൾക്ക് വാങ്ങിവെച്ച എസറ്റ്സ് ഇതിനെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഏത് ഫിഗറിൽ കാണിക്കണം, ഇതിന്റെ വാല്യുവേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന സ്റ്റാൻഡേർഡ് ആണ് IAS 16. പിന്നെ ഉള്ളതാണ് എന്ത്, IAS 20 ഗവൺമെന്റ് ഗ്രാന്റ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെന്റ് അസിസ്റ്റൻസ്. നമ്മൾക്ക് ചില സമയത്ത് കമ്പനീസിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് കിട്ടാം ഇൻ ദി ഫോം ഓഫ് ഫണ്ട്, ഫിനാൻഷ്യൽ ഫണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടാം. ഇതിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിൽ കാണിക്കുക, ഇതൊക്കെയാണ് IAS 20 നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പിന്നുള്ളതാണ് IAS 21 ഇഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. ബേസിക്കലി നമ്മൾ ഫോറിൻ കറൻസിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക, കൺവേർഷൻസ് നടത്തുമ്പോൾ, ബേസിക്കലി ട്രാൻസ്ലേഷൻസ് നടത്തുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ്സ് മാറുമ്പോൾ ലോസും ഗെയിനും വരാം. ഇത് എങ്ങനെ റെക്കോർഡിങ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നതാണ് IAS 21 എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ്. പിന്നെ IAS 23 ബോറോയിങ് കോസ്റ്റ്. നമ്മൾ ലോൺസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടിയും വരാം. ഇതിനെങ്ങനെയാണ് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട്സിൽ ഇതിനെ കാണിക്കുക, അതൊക്കെ പറഞ്ഞു തരുന്നതാണ് IAS 23. പിന്നെ IAS 33 EPS അല്ലെങ്കിൽ ഏർണിംഗ്സ് പെർ ഷെയർ. ബേസിക്കലി ഇത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു കമ്പനിയിലെ ഏർണിംഗ്സ്, പ്രോഫിറ്റ് എത്രയാണോ ആൻഡ് കമ്പനിയുടെ ഷെയർസ് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ മുഴുവനായിട്ട് കമ്പനി എത്ര ഏർണിംഗ്സ് ആണ് ഓരോ വർഷവും ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് IAS 33. IAS 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ചില സമയത്ത് കമ്പനിയുടെ ബിൽഡിങ്സ്, കമ്പനിയുടെ ലാൻഡ് റെന്റിന് കൊടുക്കാം, അല്ലെങ്കിൽ ചില കമ്പനീസ് എന്ത് ചെയ്യാം, ലാൻഡ് വാങ്ങി അത് പെട്ടെന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പൊ ബേസിക്കലി അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്, റെന്റിന് കൊടുത്ത് റെന്റൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ മറച്ചു വിറ്റ് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ എങ്ങനെയാണ് നമ്മൾ ബുക്സിൽ, നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട്സിൽ കാണിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ് IAS 40. പിന്നെ IAS 41 അഗ്രികൾച്ചർ. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസ് ആണെങ്കിൽ അവരുടെ എന്താ പറയുക, പ്ലാന്റ്സ്, ആനിമൽസ്, ഈ ക്രോപ്സ് കാര്യങ്ങളൊക്കെ ഏത് വാല്യൂലാണ് അവരുടെ ബിസിനസ് എങ്ങനെ ഏത് ഫിഗേഴ്സിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരെ വാല്യുവേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് IAS 41. ഇതൊക്കെ IASൽ വരുന്നതാണ്. ഇനി കുറെ സ്റ്റാൻഡേർഡ്സിനെ എന്താ പറയാ, മോഡിഫിക്കേഷൻസും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് പുതിയ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോർമലി ദി IFRS. IFRSൽ നമുക്ക് പഠിക്കാനുള്ളതാണ് IFRS 5, വിച്ച് ഇസ് കോൾഡ് ആസ് NCA ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. നമ്മൾ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനോ വേണ്ടിയിട്ട് വാങ്ങി വെച്ച ചില വലിയ വലിയ മെഷീൻസോ അല്ലെങ്കിൽ വെഹിക്കിൾസോ നമ്മൾ വിൽക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു വലിയൊരു ബ്രാഞ്ച് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെ റെക്കോർഡ് ചെയ്യണം, ഏത് ഫിഗറിൽ കാണിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നതാണ് IFRS 5. പിന്നെ ഉള്ളതാണ് IFRS 9 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. അതേ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ പല സ്റ്റാൻഡേർഡ്സിൽ റെഫർ ചെയ്യുന്നുണ്ട്, അതാണ് ഈ ലിസ്റ്റിൽ ഇട്ടത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ലോൺസിലൂടെ ഫണ്ട് റേസ് ചെയ്യാം, ഷെയർ വിറ്റ് ഫണ്ട് റേസ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാം. ഈ ഓരോന്നും ഏതൊക്കെ രീതിയിലാണ് കമ്പനി റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നതാണ് IFRS 9, അല്ലെങ്കിൽ ഇതിനെ മുന്നേ വിളിക്കുന്നത് IAS 32 അല്ലെങ്കിൽ IFRS 7.
പിന്നെയുള്ള ഒരു സ്റ്റാൻഡേർഡാണ് IFRS 10 കോൾഡ് ആസ് ബിസിനസ് കോമ്പിനേഷൻ. ഇത് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്? കൺസോളിഡേഷൻ പർപ്പസ്. ഞാൻ പറഞ്ഞു 2 കമ്പനീസ് അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ്സ് ഒക്കെ അവർ മേർജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ പ്രിപ്പയർ ചെയ്യുന്ന പുതിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് IFRS 10 ബിസിനസ് കോമ്പിനേഷൻസ് ആണ്. പിന്നെ വരുന്ന സ്റ്റാൻഡേർഡാണ് IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. ബേസിക്കലി ഒരു കമ്പനി സെയിൽ ഡെയിലി നടത്തുന്ന സെയിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ചിലപ്പോൾ ക്രെഡിറ്റിനായിരിക്കാം സെയിൽ നടത്തുന്നുണ്ടാവാം, കമ്മീഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കമ്പനി സെയിൽ എന്നുള്ള ആ ഒരു എമൗണ്ട് ഫിഗർ കാണിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന ഒരു സ്റ്റാൻഡേർഡാണ് IFRS 15. ആൻഡ് ഫൈനലി IFRS 16 ലീസ്. ചില കമ്പനീസ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം അവർ അസറ്റുകൾ ലീസിനെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ മെഷീൻ ആവശ്യമുണ്ട്, അവരത് വാങ്ങുമ്പോൾ വലിയൊരു എമൗണ്ട് ഓഫ് ക്യാഷ് കൊടുക്കേണ്ടി വന്നേക്കാം, പകരം അവർ ലീസിനെടുക്കാം, റെന്റിനെടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിനെ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന സ്റ്റാൻഡേർഡാണ് IFRS 16. സോ ഇത്രയും സ്റ്റാൻഡേർഡ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട് ഇൻ FR. പ്ലസ് SBRലെത്തുമ്പോൾ ഇതിന്റെ കൂടെ എക്സ്ട്രാ സ്റ്റാൻഡേർഡ്സും കൂടി ആഡ് ഓൺ ആവും. ഇതാണ് നമ്മളുടെ പാർട്ട് ബിയിൽ വരുന്നത്. ആൻഡ് ഈ ഏരിയയിൽ നിന്ന് ഇവിടുന്ന് വരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് സെക്ഷൻ എയിൽ എക്സ്പെക്ട് ചെയ്യാം, എക്സാമിന്റെ സെക്ഷൻ ബിയിൽ എക്സ്പെക്ട് ചെയ്യാം, ആൻഡ് സെക്ഷൻ സിയിലും എക്സ്പെക്ട് ചെയ്യാം ഫോർ ഷുവർ. ഓക്കെ അല്ലേ? ആൻഡ് നിങ്ങളുടെ ഫൈനൽ സിലബസ് ഏരിയയാണ്. FS പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല അതിനെ ആനലൈസും ഇന്റർപ്രിറ്റും ചെയ്യുക. സോ FS പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റും കാര്യങ്ങളും നമ്മൾ പഠിക്കും, എന്നിട്ട് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യും. ബേസിക്കലി പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇത് മെയിൻ ആയിട്ട് വരാം എവിടെയാണ്? നിങ്ങളുടെ സെക്ഷൻ സിയിലാണ് മെയിൻ ആയിട്ട് വരാം പ്രിപ്പറേഷൻസ്. സോ നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത് ഈ സിലബസ് ഏരിയയിൽ നിന്നായിരിക്കും. ഓക്കെ അല്ലേ? സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് എക്സാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെക്ഷൻ എയില് നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? പാർട്ട് എയിലുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, പ്ലസ് പാർട്ട് ബി അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എക്സ്പെക്ട് ചെയ്യാം. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എക്സ്പെക്ട് ചെയ്യാം, റൈറ്റ്? പിന്നെ സെക്ഷൻ ബിയിൽ MTQസിന്റെ കേസ് പറയുകയാണെങ്കിൽ, സെക്ഷൻ ബിയിൽ MTQസിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പാർട്ട് ബിയിലുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അതും എന്ത് തന്നെയാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എക്സ്പെക്ട് ചെയ്യാം, പ്ലസ് നിങ്ങൾക്ക് കൺസോളിഡേഷന്റെ കുറച്ച് കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി സെക്ഷൻ സിയിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് പാർട്ട് C and D ആണ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, യു വിൽ ഹാവ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്ലസ് കൺസോളിഡേഷൻ എക്സ്പെക്ട് ചെയ്യാം, പ്ലസ് ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളൊരു ഏരിയയും എക്സ്പെക്ട് ചെയ്യാം. സോ ഇതായിരിക്കും നിങ്ങളുടെ സിലബസിന്റെ മെയിൻ കവറേജ്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള പേപ്പർ പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പാസ്സാവാനാണെങ്കിൽ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഹോൾ സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ് ലെക്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ അഗൈൻ ACCന്റെ പാസ് പേപ്പർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. സ്റ്റഡി ഹബ് എന്നുള്ളൊരു ഓപ്ഷനിലോട് കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യും. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ACCന്റെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും. ആൻഡ് ലേറ്റസ്റ്റ് എക്സാമിനർ റിപ്പോർട്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. തിയറി അത്ര വലിയ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നില്ല? FRൽ വരുന്നില്ല. സോ ദിസ് ഇസ് ഹൗ യു വിൽ പ്രിപ്പയർ ഫോർ യുവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ. ആൻഡ് ഈ ഒരു പ്ലാന് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി മെത്തേഡ്സ് ആണിത്. സോ ഏറെക്കുറെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പറും രണ്ടും സിമിലർ സ്ട്രക്ചർ ആണ്. എക്സാം പാറ്റേൺസ് സെയിം ആണ്, അപ്രോച്ച് സെയിം ആണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ഫിനാൻസ് മാനേജറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചെയ്യുന്ന കാര്യമാണ്. വെറസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇസ് ഓൾ ഫ്രം എ പെർസ്പെക്റ്റീവ് ഓഫ് എൻ സീനിയർ അക്കൗണ്ടന്റ്. ഒരു അക്കൗണ്ടന്റിന്റെ ബേസിസിൽ നിന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പേപ്പർ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ACCയിലേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന്റെ സ്കില്ലില് വൺ ഓഫ് ദി ഫസ്റ്റ് പേപ്പേഴ്സ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ ആണ്, ഫോളോഡ് ബൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ.
സോ ഐ ഹോപ്പ് ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് ഈ 2 പേപ്പേഴ്സിന്റെയും ഒരു കംപ്ലീറ്റ് ഐഡിയ, ഒരു ഔട്ട്ലൈൻ, ഒരു ഇൻസൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സസിലാണ്, നമ്മളുടെ നോർമൽ ക്ലാസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. ദിസ് വാസ് ജസ്റ്റ് എൻ ഔട്ട്ലൈൻ സോ ദാറ്റ് യു നോ വെൻ യു ആർ കമ്മിങ് ഫോർ ദി പേപ്പർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ളത്. So I hope you've understood and you've got an idea of both the papers, financial management and financial reporting paper. So that's it. Thank you so much.